ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ എസെൻസ് ഓഫ് എ ഗോഡ്ലി മാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഗോഡ്ലി ഹസ്ബൻഡിൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ്. ഒരു ദൈവികമായ ഭർത്താവിൻ്റെ വ്യക്തിത്വം. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വേരൂന്നിയിരിക്കുന്നത് അവൻ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നാണ്. തന്നെ സ്നേഹിക്കുന്നവനായ, തന്നെ വീണ്ടെടുത്തവനായ ആ ഒരു ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിൽ നിന്നാണ് ഈ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ അനുയായി, ദൈവഭക്തനായ പുരുഷൻ, ആരാധകൻ, ദാസൻ എന്നീ നിലകളിലൂടെയെല്ലാം ജീവിക്കുന്നതിലൂടെ വിവാഹത്തിനും കുടുംബത്തിനും ദൈവം വച്ചിരിക്കുന്ന ഉദ്ദേശത്തെ നിറവേറ്റുക എന്നതാണ് ഈ ഒരു വ്യക്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയും സ്നേഹവും. ഒരു പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വ്യക്തിത്വം ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്. അപ്പോൾ ആ ഒരു സ്വഭാവവും ആ ഒരു മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് നമ്മോടുള്ള നിത്യസ്നേഹമാണ് മറ്റൊന്ന്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നിത്യമാണ്, അത് അചഞ്ചലമാണ്, അത് വളരെയധികം ലക്ഷ്യവും ശക്തിയും നമുക്ക് നൽകുന്ന ഒരു ഉറവിടമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അഗാപ്പയാണ്, അത് പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം എന്ന് പറയും. മറ്റൊന്നാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ഒരു ശിഷ്യനായിരിക്കുക, അവൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ഭർത്താവ് ആ ഒരു ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളും യേശുവിൽ നിന്ന് നമ്മൾ പഠിച്ചതും അവൻ്റെ ആ ഒരു മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ഒരു ക്രിസ്തീയ ഭർത്താവിൻ്റേത്. അതുപോലെ തന്നെയാണ് അവൻ ദൈവത്തിൻ്റെ ദാസനാണ്. സ്വന്തം കുറവുകളെയും പരിമിതികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിലും ദൈവത്തിൻ്റെ ആ ഒരു കരുതലിലും എല്ലാം പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ക്രിസ്തീയ ഭർത്താവ് എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ ദാസൻ കൂടിയാണ് അവൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം. മറ്റൊന്നാണ് കുടുംബവും വിവാഹവും. അതിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്: ഭർത്താവ്, പിതാവ്. ദൈവഭക്തനായ ഒരു ഭർത്താവും പിതാവും എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടി സംരക്ഷിക്കുകയും അവന് കുടുംബത്തിന് വേണ്ടി കരുതുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഭർത്താവും പിതാവും ആയിരിക്കുക എന്ന നിലയിലാണ്. എന്നാണ് ഭാര്യയെ സ്നേഹിക്കുക, അവളെ സേവിക്കുക എന്ന് പറയുമ്പോൾ അവളെ ബഹുമാനിക്കുക, അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അവളുടെ വിശ്വാസ യാത്രയിൽ, അവളുടെ ആ ഒരു വിശ്വാസ ജീവിതയാത്രയിൽ അവളെ സ്നേഹിക്കുവാനും അവളെ തുണയ്ക്കുവാനും അവൾക്ക് വേണ്ട കാര്യങ്ങൾ, അവളുടെ ആത്മീയമായതും ഭൗതികമായതുമായുള്ള കാര്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കാനായിട്ട് ഒരു ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ വളരെയധികം ഉത്സാഹിക്കേണ്ടതും മുൻകൈ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നാണ് സഭയും സമൂഹവും. ക്രിസ്തുവിലുള്ള ഒരു സഹോദരൻ എന്ന നിലയിൽ പരസ്പരം പിന്തുണയ്ക്കുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ, വിശുദ്ധ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. തൻ്റെ വിശ്വാസത്തെ കാക്കുന്ന ഒരു സ്വഭാവം അവനിൽ ഉണ്ടായിരിക്കും. തൻ്റെ വിശ്വാസത്തെ ഏറ്റവും മൂല്യമുള്ളതായി കാണുകയും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. 3 വാക്യങ്ങൾ കൂടി വായിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വാക്യം ജനസിസ് 1:27, ഉൽപ്പത്തി 1:27 വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. മറ്റൊരു വാക്യമാണ് റോമർ 5:8 വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അടുത്ത വാക്യം കൊലോസ്യർ 3:3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഒരു ക്രിസ്തീയ ഭർത്താവിൻ്റെ വ്യക്തിത്വം സഭയിലും കുടുംബത്തിലും എങ്ങനെയായിരിക്കണം എന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രിസ്തീയ കുടുംബത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എപ്രകാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. താങ്ക് യു.